പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായമാണ്. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ സങ്കീർത്തന ഭാഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാവരും അത് കാണാതെ പഠിച്ച് പറയുന്ന ഒരു വചനഭാഗമാണ് ഈ 1-ാം സങ്കീർത്തനം. ഈ 1-ാം സങ്കീർത്തനത്തിൽ നമുക്ക് അതിൽ 6 വാക്യങ്ങളാണ് ഉള്ളത്. അത് ഒരു നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള താരതമ്യം എന്ന് പറഞ്ഞാൽ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ 6 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഒരു നീതിമാനായ മനുഷ്യൻ, ഒരു നീതിമാനായ ഒരു പൈതൽ, അവൻ ദുഷ്ടൻ്റെ ആലോചനയിൽ പോകത്തില്ല, അവൻ പാപികളുടെ വഴിയിൽ നിൽക്കത്തില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കത്തില്ല. നമുക്കറിയാം, ഈ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ ഒരുപാട് പരിഹാസം പറയുന്ന ആൾക്കാർ നാം കാണത്തില്ലേ? ഈ കവലകളിലും മുക്കിനുകളിലും ഒക്കെ ഇരുന്ന് കുറേ പരിഹാസം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഇരിപ്പിടത്തിലൊന്നും ഒരു നീതിമാനായ ഒരു മനുഷ്യൻ, ഒരു ദൈവ പൈതൽ ചെന്നിരിക്കുന്നത് ശരിയല്ല. അതുപോലെ പരിഹാസികളുടെ വഴിയിൽ അവർ നടക്കുകയില്ല. അവർക്ക് ഒരു പ്രമാണമുണ്ട്. ആ ഒരു ദൈവിക പ്രമാണം വിട്ട ഒരു ദൈവ പൈതൽ ദുഷ്ടൻ്റെ ആലോചനയിലും ആ പാവികളുടെ വഴിയിലും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഒന്നും ഇരിക്കാൻ പോകത്തില്ല. അതിന് നമുക്ക് ആ ദുഷ്ടൻ്റെ ആ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ 4-5 പറയുന്നു, ഇപ്രകാരം പറയുന്നു: നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കുകയില്ല, അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിലനിൽക്കുകയില്ല, നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു. അപ്പം ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കുകയില്ല. ഒരു ദൈവവൈതൻ്റെ കൂടെ ദുഷ്ടൻ പാർക്കത്തില്ല. അഹങ്കാരികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുകയില്ല എന്ന തിരുവചനം അവിടെ വ്യക്തമായി പറയുന്നത്. അതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 3:2 സങ്കീർത്തനങ്ങൾ 37-ന്റെ 17-ാം വാക്യമുണ്ട്: ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. അപ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ കാര്യങ്ങളാണ് അവിടെ എടുത്തു പറയുന്നത്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. അതിൻ്റെ 21-ാം വചനവും പറയുന്നു: ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. അത് വളരെ ഒരു അർത്ഥവത്തായ കാര്യമാണ്. ആ ദുഷ്ടൻ്റെ ആ കാര്യങ്ങളാണ് അവിടെ എടുത്തു പറയുന്നത്. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നമുക്ക് അറിയാമല്ലോ, നമ്മളോടും ചില മനുഷ്യൻ വന്ന് വായ്പ വാങ്ങും, നാം അത് കൊടുക്കും. പക്ഷേ അത് തിരികെ കൊടുക്കാതിരിക്കുന്ന വ്യക്തി ആരാണെന്നറിയാമോ? ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. പക്ഷേ നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. ഈ നീതിമാനെന്ന് പറഞ്ഞാൽ ഈ മറ്റു ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ, ആവശ്യങ്ങളിരിക്കുന്ന, കഷ്ടതയിലിരിക്കുന്നവരെ, പ്രയാസത്തിലിരിക്കുന്നവരെ, നമ്മൾ ഒരു നീതിമാനായ ഒരു വ്യക്തി അവരെ സഹായിക്കണം. അവൻ കൃപാലുവായി ദാനം ചെയ്യുന്നു. അത് ഒരു നീതിമാൻ ചെയ്യുന്ന കാര്യമാണ്. അവൻ ഒരാവശ്യത്തിലിരിക്കുന്നവരെ, ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ, പ്രയാസത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ട് ആ വ്യക്തിയുടെ ആവശ്യ സമയങ്ങളിൽ നാം സഹായിക്കണം. ആ നീതിമാൻ കൃപാലുവായി ദാനം ചെയ്യുന്നു.
അതൊരു നീതിമാൻ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അതവൻ തിരികെ പ്രതീക്ഷിച്ചിട്ടല്ല നീതിമാൻ കൊടുക്കുന്നത്. അത് ഒരു നീതിമാൻ്റെ ഒരു നല്ല ഗുണമാണത്. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവിടെ 25-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്, നീതിമാനും ദുഷ്ടനുമായ. അതിൻ്റെ 3-ാം വാക്യം നമുക്ക് നോക്കാം. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന്. അതാരാണ്? ഒരു നീതിമാൻ്റെ ഫലത്തെ പറ്റിയാണ് അത് പറയുന്നത്. ആ നീതിമാൻ ഫലം കായ്ക്കുന്നത് അതിൻ്റെ നമുക്ക് നോക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം നട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ആ ഒരു നീതിമാനെക്കുറിച്ച് കർത്താവ് പറയുന്നതാണ്. ആ ഒരു നീതിമാനായ മനുഷ്യൻ അവൻ ചെയ്യുന്നത് നമുക്കറിയാം. ഈ ആറ്റിരികത്തും വെള്ളം ഉള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ എപ്രകാരമാണ് നിൽക്കുന്നതെന്ന്. അത് വെള്ളത്തിൽ അതിൻ്റെ വേരൂന്ന് ഇരിക്കുമ്പോൾ അത് എപ്പോഴും നല്ല പച്ചയായിട്ടിരിക്കും, അതിൻ്റെ ഇല വാടത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു വൃക്ഷത്തിന് എത്ര ഉഷ്ണം വന്നാലും അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതിന് ഉഷ്ണം തട്ടത്തില്ല, അതിന് ഒരു പേടിയുണ്ടാകത്തില്ല, അതിൻ്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും. അതുപോലെയാണ് ഒരു നീതിമാനായ ഒരു വ്യക്തി. അവൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഈ ലോകത്തിലെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ ഒക്കെ വരുമ്പോൾ അവൻ നിരാശപ്പെട്ടു പോകത്തില്ല, അവൻ തളർന്നു പോകത്തില്ല. കാരണം അവൻ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. എൻ്റെ ആശ്രയം ദൈവമാണ്. ഈ ലോകത്തിൻ്റെ എന്ത് ഭാരങ്ങളോ പ്രയാസങ്ങളോ എല്ലാം ഉണ്ടായാലും ദൈവം എനിക്ക് അതിൽ നിന്നുള്ള നീക്കുപോക്കും വിടുതലും ആശ്വാസവും തരുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ആ ദൈവത്തിലുണ്ട്. അതുകൊണ്ട് ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ എന്ത് ഭാരമുണ്ടായാലും ഒരു നീതിമാന് അവൻ കുലുങ്ങിപ്പോകുകയില്ല. അതാണ് നമുക്ക് ആ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സങ്കീർത്തനങ്ങൾ 37-ന്റെ 25-ൽ പറയുന്നത്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലെന്ന് അവിടെ തിരുവചനം അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ 1-ാം സങ്കീർത്തനത്തിൽ ദുഷ്ടന് നീതിമാനെ കുറിച്ചുമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഒരു ദുഷ്ടൻ ചെയ്യുന്നതും നീതിമാനായ മനുഷ്യൻ ചെയ്യുന്നതുമാണ് നമുക്ക് ഈ അധ്യായങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഈ സങ്കീർത്തന ഭാഗം അവസാനിക്കുന്നത് 150-ലാണ്. 150-ാം അധ്യായം. അതിൽ സങ്കീർത്തനങ്ങൾ 150-ൽ അതിലും 6 വാക്യങ്ങളാണ്. അത് അവസാനിക്കുന്നത് ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ എന്ന് പറഞ്ഞാണ് ഈ സങ്കീർത്തന ഭാഗങ്ങൾ അവസാനിക്കുന്നത്. അപ്പം ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ദൈവത്തെ എപ്പോഴും സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. നമുക്ക് ഓരോ ദിവസവും നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ കൃപ ഉണ്ടായതുകൊണ്ടാണ് നാം ഓരോ ദിവസവും ഈ ഭാരമേറിയ ലോകത്ത്, ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുന്നത്. അത് നാം മനസ്സിലാക്കണം. ആ ദൈവത്തെ നാം സ്തുതിച്ച് ദൈവത്തിന് മഹത്വമുള്ളവരായി, ദൈവത്തിന് നന്ദിയുള്ളവരായി നാം ജീവിക്കണം. എത്രയോ ജനങ്ങൾ ഈ നമുക്കറിയാം, ഹോസ്പിറ്റലൊക്കെ ആയിരിക്കുന്നവരെ ഓക്സിജൻ്റെ സഹായത്തോടു കൂടി കഴിയുന്ന എത്രയോ ജനങ്ങളുണ്ട്. എത്ര പൈസയാണ് ആവുന്നത്. നാം ഓർക്കണം, നാം ഈ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ആ നമുക്ക് ശ്വസിക്കാൻ തരുന്നത്
നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബലം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവ് തന്നത് സകലതും ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മൾ എപ്പോഴും ദൈനംദിനം നമ്മൾ ഓർക്കണം. ആ ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തെ നാം എപ്പോഴും സ്തുതിക്കുന്നവരായിരിക്കണം. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ദുഷ്ടൻ്റെയും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നീതിമാനെ പോലെ ഒരു നീതി പ്രവൃത്തി ചെയ്ത് മറ്റുള്ളവരോട് കരുണ കാണിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവരോട് ദയാലുവായി നാം ഈ ലോകത്തിൽ ജീവിക്കണം. ഒരു ദുഷ്ടൻ്റെ പ്രവൃത്തിയും നാം ദൈവമക്കൾ ചെയ്യരുത്. ദുഷ്ടനോടുകൂടെ പരിഹാസികളോട് ഈർപ്പെടുത്തിയിരിക്കുവാനോ ഒന്നും ദൈവമക്കൾ പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെന്ന യഹോവയെ സ്തുതിപ്പിൻ. നാം ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന് സ്തുതി കരയറ്റി ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.